അഡ്വക്കേറ്റ് സക്രിയ, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു ലൈഫ് ഇൻ ഖത്തർ. താങ്ക് യു തുഷാര. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലീഗൽ ക്ലിനിക്കിലൂടെ ഡ്രഗ് കേസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം ലീഗൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു. ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത് ചെക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി ചെക്ക് എന്ന് പറയുന്നത് എന്താണ് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ? ചെക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. ഇപ്പൊ നമുക്കറിയാം, ചെക്ക് അല്ലെങ്കിൽ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഇതൊക്കെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ചെക്ക് എന്നുള്ളത്. സാധാരണ നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയാൽ സ്വാഭാവികമായിട്ട് ചെക്ക് ബുക്ക് കിട്ടും. നമ്മൾ ഒരു അലസമായിട്ട് ഒരു പക്ഷേ ഉപയോഗിക്കുന്ന ചില ആളുകളൊക്കെ തീരെ ശ്രദ്ധക്കുറവോടുകൂടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചെക്ക് എന്നുള്ളത്. സെക്യൂരിറ്റി ചെക്ക് അല്ലെങ്കിൽ ഗ്യാരണ്ടി ചെക്ക് സാധാരണ നമ്മൾ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ ലോൺ എടുക്കുകയാണ്, ബിൽഡിംഗ് റെന്റിന് എടുക്കുകയാണ്, വീട് റെന്റിന് എടുക്കുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ അതിന്റെ ഒരു 12 months ചെക്കൊക്കെ നമ്മൾ കൊടുക്കും. അതിന്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തിയാലൊക്കെ അവർക്ക് ഉപയോഗിക്കാനുള്ള ഒരു ചെക്ക് കൊടുക്കാറുണ്ട്. അതാണ് ഗ്യാരണ്ടി ചെക്ക് അല്ലെങ്കിൽ സെക്യൂരിറ്റി ചെക്ക് എന്നെങ്കിൽ ലോണിന് സാധാരണയായിട്ട് ബാങ്കുകൾ വാങ്ങി വെക്കുന്നതാണ്. അപ്പൊ അത്തരം ഒരു ഗ്യാരണ്ടി ചെക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ പുറകു വശത്ത് അത് ഗ്യാരണ്ടി ചെക്കാണ് എന്നുള്ള എഴുതണം. ആ ചെക്കിന്റെ മറുവശത്ത് എഴുതണം. ബാങ്കുകളൊക്കെ സാധാരണ ചെയ്യാറുള്ളത് അതിന്റെ മുകളിൽ ഒരു സീലടിക്കും. കാരണം ഈ ഗ്യാരണ്ടി ചെക്ക് അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ, കാരണം ഒരുപക്ഷെ നമ്മൾ അത് ബ്ലാങ്ക് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്, എമൗണ്ട് എഴുതാതായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വലിയ എമൗണ്ട് ഒക്കെ എഴുതിയിട്ടായിരിക്കും കൊടുക്കുന്നത്. കാരണം ഈ ഗ്യാരണ്ടി ചെക്ക് എന്ന് നമ്മൾ എഴുതിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സീൽ അതിലില്ലെങ്കിൽ നമുക്കത് കോടതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരാൾക്ക് ഗ്യാരണ്ടി ചെക്ക് കൊടുത്തു അല്ലെങ്കിൽ സെക്യൂരിറ്റി ചെക്ക് കൊടുത്തു, അദ്ദേഹം അത് ഡെപ്പോസിറ്റ് ചെയ്ത് ബൗൺസ് ആയതിനു ശേഷം അവര് കേസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ അടുത്തൊരു റെസിപ്റ്റ് എങ്കിലും വേണം. ഞാൻ കൊടുത്ത ഇന്ന ചെക്ക് നമ്പർ അത് ഗ്യാരണ്ടി ചെക്ക് ആയിട്ട് കൊടുത്തതാണ് എന്നുള്ളത്. കാരണം കോടതിയിൽ നമുക്ക് കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഗ്യാരണ്ടി ചെക്ക്. പക്ഷെ ഗ്യാരണ്ടി ചെക്കും അതിന്റെ ഹോൾഡർക്ക് അത് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ചില സന്ദർഭങ്ങളുണ്ട്. കാരണം ഒരു ഗ്യാരണ്ടി ചെക്ക് വാങ്ങുന്നത് ഇയാള് പല കാര്യങ്ങളിലും ഡിഫോൾട്ട് വരുത്തുകയോ, അത് വരുമ്പോൾ അദ്ദേഹത്തിന് ആ ഗ്യാരണ്ടി ചെക്കും എൻകാഷ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സാധാരണ ചെക്കിൽ നിന്ന് മാറിയിട്ട് ഗ്യാരണ്ടി ചെക്ക് എന്നുള്ള എന്തെങ്കിലും ഒരു ഡോക്യുമെന്റേഷൻ അതിന്റെ ചെക്കിന്റെ പുറകുവശത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്കൊരു റെസിപ്റ്റോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും കോടതിയിൽ അത് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം സാധാരണ ഗ്യാരണ്ടി ചെക്ക് വെറുതെ കൊണ്ടുപോയി പിന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് ബൗൺസ് ആക്കി കേസ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമത്തിലുള്ള വിവക്ഷ.